الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد رحمة للعالمين وعلى آله وصحبه أجمعين أما بعد ആദരണീയരായ ഉസ്താദുമാർ, രക്ഷിതാക്കൾ, പ്രിയം നിറഞ്ഞ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അറിവും ആസ്വാദനവും അലിവും അനുഭവങ്ങളും പകരുന്ന കോൺഫിയൻസ ഇൽത്തുമിഷ് കൾച്ചറൽ കാർണിവലിൻ്റെ പ്രൗഢമായ വേദിയിൽ മലയാളികൾ മറന്ന അറബി മലയാളവും മുസ്ലിം ജ്ഞാന വ്യവസ്ഥയുടെ ഭൂതകാലവും എന്ന വിഷയത്തെ അടിസ്ഥിതമായാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. ലോകത്ത് മാതൃകാപരവും പ്രശംസനീയവും അസൂയാവഹവുമായ സംസ്കൃതിയിൽ മുന്നിൽ നിൽക്കുന്ന കേരളീയ സമൂഹം, വിശിഷ്യ മുസ്ലിം കമ്മ്യൂണിറ്റി, അവരുടെ വിദ്യാഭ്യാസം, ആത്മീയത, ആരാധനാ കർമ്മങ്ങൾ, സംഘബോധം, ചിട്ടയാർന്ന ജീവിത രീതി, പ്രൗഢമായ പണ്ഡിത നേതൃത്വം തുടങ്ങി സമ്പന്നമായൊരു സംസ്കാരത്തിൻ്റെ വാക്താക്കളായി ലോകത്തിനു മുന്നിൽ പ്രതിഷ്ഠിക്കപ്പെടാൻ ഈ സമൂഹത്തിനുണ്ടായ വ്യക്തമായ കാരണം എന്താണ്? നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും, ഭൂതകാലത്തിൽ ഇവിടെ നിന്ന വൈജ്ഞാനിക വ്യവസ്ഥയാണത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവരിലൂടെയാണ് പരിശുദ്ധമായ ഇസ്ലാം കേരളത്തിലേക്ക് എത്തുന്നത്. ആ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുമിൽ നിന്ന് ലഭിച്ച വൈജ്ഞാനിക സമ്പത്താണ് കേരളീയ മുസ്ലിം സമൂഹത്തിൽ എക്കാലത്തും നിലനിന്നത്. അറബികളിൽ നിന്ന് ലഭിച്ച ആശയങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിൽ ഭാഷകൾ എത്രത്തോളം പ്രാധാന്യം വഹിച്ചു എന്നത് പറയേണ്ടതില്ലല്ലോ. ഇത്തരത്തിൽ അറബികളുമായുള്ള ആശയവിനിമയത്തിലൂടെയാണ് കേരളീയ സമൂഹത്തിൽ, പ്രത്യേകിച്ച് പ്രാദേശിക തലങ്ങളിൽ വരെ അറബി മലയാളം ഒരു ഭാഷയായി ഉപയോഗിച്ചു തുടങ്ങിയത്. പ്രസിദ്ധ മാപ്പിളപ്പാട്ട് ഗവേഷകനും പ്രമുഖ സാഹിത്യകാരനുമായിരിക്കുന്ന ബാലകൃഷ്ണൻ വള്ളിക്കുന്ന് അടക്കമുള്ള നിരവധി ചരിത്രകാരന്മാർ ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. കേരളീയ മുസ്ലിം സമൂഹത്തിലെ സാധാരണ വ്യക്തികളിലേക്ക് അവരുടെ മതകീയമായ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടതും വൈജ്ഞാനിക മേഖലയിലെ പ്രസരണങ്ങൾ നടന്നതും അറബി മലയാളത്തിൽ വിരചിതമായ ഒട്ടനേകം കൃതികളിലൂടെയായിരുന്നു. സമകാലിക ലോകത്ത് പരിശുദ്ധ ഇസ്ലാമിനെതിരെ, വിശിഷ്യ കേരളീയ മുസ്ലിം സമൂഹത്തിനെതിരെ നിലനിൽക്കുന്ന ഒരു പൊതുബോധമാണ്, അല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്പാണ് മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാണ് എന്ന് പറയുന്നത്. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം, കേരളീയ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ കേരളീയ പൊതുമണ്ഡലത്തിൽ അറബി മലയാളം എന്ന ഭാഷ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സേവനം രാജ്യത്തെ സ്ത്രീകളാകമാനം വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് കേരളീയ മുസ്ലിം സമൂഹത്തെ സാക്ഷരരാക്കി എന്നുള്ളതാണ്. കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ വൈജ്ഞാനിക മേഖലയിൽ ഭൂതകാലത്തിലൂടെ നാം സഞ്ചരിക്കുകയാണെങ്കിൽ അറബി മലയാളം എന്ന ഭാഷ ചെയ്ത സേവനങ്ങൾ കേരളീയ മുസ്ലിം സമൂഹത്തിന് ഒട്ടും മറക്കാനാകാത്തതാണ്. ഏറ്റവും പഴക്കം ചെന്നതും പ്രാഥമികവുമായ അറബി മലയാളത്തിലെ ആദ്യ കൃതി 16-ാം നൂറ്റാണ്ടിൽ, കൃത്യമായി പറഞ്ഞാൽ 1603 ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു രചിച്ച മുഹൈദ്ദീൻ മാലയാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മുടെ മാതൃഭാഷയായ മലയാളം അതിൻ്റെ ലിപി രൂപപ്പെടുന്നതിന് മുമ്പാണ് അറബി മലയാളത്തിൽ വിരചിതമായ ഈ കൃതി ലോകം കാണുന്നത്, വെളിച്ചം കാണുന്നത് എന്നത് ശ്രദ്ധേയമാണ്. കേവലം മതകീയമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ളത് മാത്രമായിരുന്നില്ല അറബി മലയാളം എന്ന് പറയുന്നത്. ഒട്ടനേകം വൈജ്ഞാനിക ശാസ്ത്ര മേഖലകളിലേക്ക് വെളിച്ചം വീശുന്ന കൃതികൾ മലയാളികൾ മറന്നുകൊണ്ടിരിക്കുന്ന ഈ ഭാഷയിൽ വിരചിതമായിട്ടുണ്ട്. വൈദ്യശാസ്ത്രമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഡസൻ കണക്കിന് പുസ്തകങ്ങളാണ് വൈദ്യശാസ്ത്ര മേഖലകളിൽ മാത്രമായി അറബി മലയാളം എന്ന ഈ ഭാഷയിൽ അച്ചടിക്കപ്പെട്ടത്. വൈദ്യജ്ഞാനം, മർമ്മശാസ്ത്രം, അഷ്ടാംഗഹൃദയം, വസൂരി ചികിത്സാ കീർത്തനം, ശഫശിഫ, വിഷചികിത്സ, ബാലചികിത്സ തുടങ്ങി ഒട്ടനേകം പണ്ഡിതന്മാരും അഭ്യസ്ത വിദ്യരും സമർപ്പിച്ച ഘനപ്പെട്ട വൈദ്യശാസ്ത്ര കൃതികൾ ചരിത്രത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നുണ്ട്. രാജ്യത്തെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മലബാറിലെ മുസ്ലിംകളെ ദേശീയത എന്ന മഹത്തായൊരു ആശയം വളർത്തുന്നതിലും അവരെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്ക് പ്രാപ്തരാക്കുന്നതിലും അറബി മലയാളത്തിൽ വിരചിതമായ കൃതികൾ ഏറെ പ്രാധാന്യം വഹിക്കുന്നുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ കാണാം, 1921 മലബാർ കലാപത്തിനു ശേഷം മലബാറിലെ മുസ്ലിം വീടുകളിൽ കയറി ഇന്ത്യയിലെ ബ്രിട്ടീഷ് സൈന്യം പിടിച്ചെടുത്തത് ആയുധങ്ങളോ മറ്റു സ്ഫോടക വസ്തുക്കളോ ആയിരുന്നില്ല, മറിച്ച് അറബി മലയാളത്തിൽ വിരചിതമായ പുസ്തകങ്ങളും മറ്റുമായിരുന്നു. യഥാർത്ഥത്തിൽ ആയുധങ്ങളെക്കാളും മറ്റ് സ്ഫോടക വസ്തുക്കളെക്കാളും പുസ്തകങ്ങളെയും മറ്റുമെല്ലാം ഇവർ ഭയപ്പെടാനുണ്ടായ കാരണം ആ അക്ഷരങ്ങളിൽ ഒളിഞ്ഞു കിടന്നിരുന്ന പോരാട്ടത്തിൻ്റെ വീര്യവും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ കനലുകളുമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അറബി മലയാളത്തിൽ അതിൻ്റെ സുവർണ കാലഘട്ടത്തിൽ ഒട്ടനേകം ഡിക്ഷണറികളാണ് വിരചിതമായിട്ടുള്ളത്. ചാക്കീരി മൊയ്തീൻ കുട്ടിയുടെ ഭാഷാഭൂഷണം,
അബ്ദുൽ ഖാദർ വൈദ്യരുടെ ഖവാസുൽ മുസ്ലിമീൻ പര്യായ നിഘണ്ടു, വ്യത്യസ്തങ്ങളായ ഭാഷകൾ പഠിക്കാൻ വേണ്ടി സയ്യിദ് മുഹമ്മദ് ഷാ എഴുതിയ ബഹുഭാഷാ നിഘണ്ടു, കിടങ്ങയും ഇബ്രാഹിം മുസ്ലിയാർ ലഭിച്ച മുഖജമുല്ലകത്ത് ഉറുദു നിഘണ്ടു തുടങ്ങി അമൂല്യമായ ഒട്ടനേകം കൃതികളാണ് കേരളീയ പൊതുമണ്ഡലത്തിലേക്ക് ആദ്യകാല മുസ്ലിങ്ങൾ സംഭാവന ചെയ്തത്. ആനുകാലികമായി പത്രങ്ങൾ, മാസികകൾ, വാരികൾ എന്നിവയെ കൊണ്ടെല്ലാം ഈ ഭാഷ സമ്പന്നമായിരുന്നു. യാഥാർത്ഥ്യം പറഞ്ഞാൽ അറബി മലയാളം എന്ന ഭാഷയുടെ പേരിൽ മുസ്ലിം സുന്നി കൈരളിയെ പഠിക്കുന്ന ചില അവാന്തര വിഭാഗങ്ങൾ പോലും അവരുടെ ആശയ പ്രചരണങ്ങൾക്ക് വേണ്ടി ഈ ഭാഷയെ ഉപയോഗിച്ചു എന്നത് ഏറെ പ്രസക്തമാണ്. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ പടപ്പാട്ടുകളടക്കം ഒട്ടനേകം കവിതകളും കുഞ്ഞായൻ മുസ്ലിയാരുടെ കൃതികളും മാലപ്പാട്ടുകളും കഥകളും തുടങ്ങി വൈജ്ഞാനിക മേഖലയിൽ വിസ്മൃതിയിലാണ്ടുപോയ ഈ അക്ഷരക്കൂട്ടങ്ങൾ സമ്പന്നമാണ്. കേരളത്തിൽ അച്ചടിയിലൂടെ ആധുനികീകരിക്കപ്പെട്ട ആദ്യ സമൂഹം എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം സമൂഹമാണ്. അതിലവരെ പ്രാപ്തരാക്കിയത് അറബി മലയാളത്തിൽ വിരചിതമായ ഒട്ടനേകം കൃതികളായിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം പരിശോധിക്കുകയാണെങ്കിൽ സമകാലിക ലോകത്ത് സർവകലാശാലകളിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും അവരുടെ പഠനങ്ങൾക്ക് ആവശ്യമായ അറബി മലയാള കൃതികൾ ലഭ്യമല്ല എന്നത് ഏറെ ഖേദകരമായ കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവ ഇനിയും ആ പഴയ സാഹിത്യ ഭംഗിയോടുകൂടെ പുനർജനിക്കണം. നഷ്ടപ്പെട്ട അറിവിൻ സാഗരം പരന്നൊഴുകണം. സമുദായം സ്വത്വം നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കണം. അതിന് നമുക്ക് ഒരുമിച്ച് യത്നിക്കാമെന്ന് മാത്രം പ്രത്യാശിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.